എൻ്റെ പേര് രുക്മിണി വാരസ്യാർ, വടക്കേത്തറ വാരിയം, പുതുശ്ശേരി. സുമാർ 700 കൊല്ലത്തിന് മുൻപ് ഞാൻ സേവിച്ചിരുന്ന പുതുക്കുളങ്ങര ഭഗവതി പുതുശ്ശേരിയിൽ കുടികൊണ്ടു എന്നാണ് പറയണത്. എഴുന്നൂറ് കൊല്ലം മുമ്പ് പണ്ടാരത്തിലെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടിയമ്മയും വാക്കിയിലെ വീട്ടിലെ പാറുക്കുട്ടിയമ്മയും കൂടി കുനിശ്ശേരിയിൽ ദേവിയെ തൊഴാൻ പോയി. അതിന് അവരോട് പറഞ്ഞു, ദേവി ഞങ്ങളുടെ കൂടെ അവർ പറഞ്ഞു ദേവി ഞങ്ങളുടെ കൂടെ വരണമെന്നും ഞങ്ങൾക്ക് ഇനി വാർദ്ധക്യം ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാനാകില്ല എന്നും പറഞ്ഞ സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ കാണുന്ന ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു കല്ലെടുത്തോളി, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്നും നിങ്ങളുടെ തട്ടകത്ത് കുടിയിരിക്കാമെന്നും പറഞ്ഞു. അവർ കല്ലെടുക്കുന്നത് കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന ഓരോ സ്ത്രീകളും ഓരോ കല്ല് എടുത്തതായി പറയുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി നടന്ന് വന്നതായും പുതുശ്ശേരിയിൽ ഇല്ലത്തുകളത്ത് വന്ന് താമസിച്ചതായും പറയുന്നുണ്ട്. അമ്മയെ കുടിവെക്കണം എന്ന് പറഞ്ഞ് ദേശവാസികളെല്ലാവരും കൂടി 8 വീട്ടുകാർ, പണ്ടാരത്തിലെ, വാക്കിയിലെ, നാലകത്തില്ലത്തെ, പാണ്ടിയത്തെ, രക്കഞ്ചാത്തെ, ചേറമ്പറ്റ്, ആന്തൂര് എന്നീ വീട്ടുകാരും ഇല്ലത്തുകളത്ത് ചെന്ന് അമ്മയോട് ഞങ്ങളുടെ ദേശത്ത് കുടികൊള്ളണമെന്നും മേൽക്കൊണ്ട് അമ്മ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വാക്കീലപ്പറമ്പ് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്ന് വാക്ക് പറഞ്ഞ് ഇരുത്തിയതാണ് വാക്കീലപ്പറമ്പ്. പിന്നീട് കൊട്ടേക്കാട് മനക്കിലെ തമ്പുരാനോട് പോയി അമ്മയെ കുടിയിരുത്താൻ ഒരു സ്ഥലം വേണമെന്നും സുമാർ 1 ഏക്കറിലെ ഏറെ സ്ഥലം അവരിൽ നിന്ന് വാങ്ങുകയും അവിടെ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു. പിന്നീട് 8 വീട്ടുകാർ കൂടി ദേവിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുവന്നു. സുമാർ 700 കൊല്ലത്തിലേറെയായി ദേവി പുതുശ്ശേരിയിൽ വന്നിട്ട്. പിന്നീട് വേക്കുർശി അമ്മ
മേൽമന്നത്തെ ഭഗവതി അമ്മയോടുകൂടി സഹകരിച്ചു പോവുകയും അവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു.